വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ എന്ന ലക്ഷ്യത്തോടെ പട്ടാമ്പിയിൽ റവന്യൂ ടവർ നിർമ്മാണത്തിന് നടപടികളാകുന്നു. 25 കോടി ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും. പാലക്കാട് നഗരസഭയുടെ ജാതി മതിലിനെതിരെ പ്രതിഷേധവുമായി PKS. പൊതുശ്മശാനത്തിൽ ജാതി മതിൽ കെട്ടിയാൽ പൊളിച്ചുമാറ്റുമെന്ന് PKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S. അജയ്കുമാർ. നഗരസഭാ കാര്യാലയം RSSന്റെയോ BJPയുടെയോ കാര്യാലയമല്ല എന്ന് ഭരണാധികാരികൾ ഓർക്കണമെന്നും മുൻ MP. ലോക പരിസ്ഥിതി ദിനം. കോട്ടായി മേഖലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. മങ്കരയിൽ 1000-ഓളം വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈ വിതരണം. പട്ടാമ്പിയിൽ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾക്ക് മഴക്കോട്ട് വിതരണം ചെയ്തു. ഒറ്റപ്പാലത്ത് മെത്താഫിറ്റമിനും കഞ്ചാവുമായി യുവാവ് പോലീസ് പിടിയിൽ. ഒപ്പം ചുണ്ടമ്പറ്റ മടയിൽ മുഹമ്മദ് അലിയാണ് പോലീസ് പിടിയിലായത്. യുവാവിൽ നിന്ന് 8.96 ഗ്രാം മെത്താഫിറ്റമിനും 340 ഗ്രാം കഞ്ചാവും ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. പട്ടാമ്പിയിൽ റവന്യൂ ടവർ നിർമ്മാണത്തിന് നടപടികൾ ആകുന്നു. വിവിധ സർക്കാർ ഓഫീസുകൾ ഇനി ഒരു കുടക്കീഴിലാകും. 25 കോടിയിൽ ചിലവഴിച്ചാണ് ടവർ നിർമ്മാണം. ടെൻഡർ നടപടികൾ ഉടൻ തുടങ്ങാനാണ് തീരുമാനം. പട്ടാമ്പിയിൽ വിവിധ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ ഇതിനായി തുക വകയിരുത്തുകയും ചെയ്തിരുന്നു. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ ആധുനിക മത്സ്യ മാർക്കറ്റിന് സമീപം നഗരസഭ വിട്ടുനൽകിയ സ്ഥലത്താണ് റവന്യൂ ടവർ നിർമ്മിക്കുക. സംസ്ഥാന ഹൗസിംഗ് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം. പ്രവൃത്തികളുടെ ടെൻഡർ നടപടികൾ തുടങ്ങുന്നതിന് മുന്നോടിയായി മുഹമ്മദ് മുഹ്സിൻ MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. നിലവിലെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സർക്കാർ ഓഫീസുകളും റവന്യൂ ടവറിലേക്ക് മാറ്റാനായാണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത്. മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം താലൂക്ക് ആശുപത്രിയുടെ ഭാഗമാക്കാനുമാണ് ലക്ഷ്യം. 25 കോടിയോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക. ടെൻഡർ നടപടികൾ ആരംഭിക്കാനാവശ്യമായ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ഉടൻ തന്നെ പ്രവൃത്തികൾ തുടങ്ങാനാണ് ലക്ഷ്യമെന്നും മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. ഒരു പോസ്റ്റ്, അതുപോലെ തന്നെ ഒരു പഴയ ബിൽഡിംഗ്, ഈ തടസ്സങ്ങൾ നീക്കിയാലാണ് അത് ടെൻഡറിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് കിഫ്ബി അറിയിച്ചിരുന്നു. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നീക്കിയതിന് ശേഷം ഹൗസിംഗ് ബോർഡിനാണ് ഇതിൻ്റെ ചുമതലയുള്ളത്. ഹൗസിംഗ് ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അടക്കം ഒരു ടീമും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിലെ ടീമും സംയുക്തമായിട്ട് ഇത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് കിഫ്ബിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. എന്നാലാണ് നമുക്ക് ടെൻഡറിലേക്ക് പോകാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വന്ന് സംയുക്തമായി ഇപ്പോൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. നമുക്ക് എത്രയും വേഗം ടെൻഡറിലേക്ക് പോകാനുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റവന്യൂ ടവർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നിലവിലുള്ള മിനി സിവിൽ സ്റ്റേഷൻ നമുക്ക് ആശുപത്രിയാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങളാവും. മാത്രമല്ല പട്ടാമ്പിയിലെ എല്ലാ ഓഫീസുകളും ഒരു കുടക്കീഴിലേക്ക് ഇങ്ങോട്ട് മാറുകയും പിന്നെ പട്ടാമ്പി ടൗണിൻ്റെ തിരക്ക് കുറക്കാനും ഒക്കെ കഴിയും. മുനിസിപ്പൽ ടവറും അതുപോലെ റവന്യൂ ടവറും അടുത്തടുത്ത് വരുമ്പോൾ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കും. തഹസിൽദാർ TP കിഷോർ, ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നഗരസഭയ്ക്ക് കീഴിലെ മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ ജാതി മതിൽ കെട്ടിയാൽ പൊളിച്ചുമാറ്റുമെന്ന് PKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S. അജയ്കുമാർ. പാലക്കാട് നഗരസഭ RSSന്റെയോ BJPയുടെയോ കാര്യാലയമല്ല എന്നും അജയ്കുമാർ പറഞ്ഞു. മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ സ്ഥലം വേർതിരിച്ച് NSSന് മതിൽ കെട്ടാൻ അനുമതി നൽകിയ PKS നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അജയ്കുമാർ. മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ ജാതി തിരിച്ച് മതിൽ കെട്ടാൻ അനുമതി നൽകിയത് 3.5 കോടി ജനങ്ങൾക്ക് അപമാനമാണ്. പതിറ്റാണ്ടുകളോളം കേരള ജനത പൊരുതി നേടിയ നവോത്ഥാന പുരോഗമന ചിന്താഗതിയെ അട്ടിമറിച്ച് ബ്രാഹ്മണിക്കൽ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ച് ജാതിമത വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള നീക്കം അനുവദിക്കില്ല. ജാതിമതിൽ നിർമ്മിച്ച് സവർണ മേധാവിത്വം കൊണ്ടുവരാൻ നഗരസഭാ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടും BJPയുടെ ഏറാൻമൂളികളായി പിന്നോക്ക മോർച്ചകൾ മാറിയത് അപമാനകരമാണ്. ദളിതർ പാരമ്പര്യ ജീവിതം നയിച്ചാൽ മതിയെന്നാണ് ശശികലയും RSS ആചാര്യൻ മധുവും നിരന്തരം പറയുന്നത്. ദളിതർ പുരോഗമന പാതയിലേക്ക് വന്നാൽ സവർണ മേധാവിത്വം തകരുമെന്ന ചിന്താഗതിയാണ് ദളിതർക്കെതിരെ തിരിയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. വേടനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചതും ജാതിമത ചിന്തയാണ്. മറ്റൊരു നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഇല്ലാത്ത നടപടികൾ പാലക്കാട് നഗരസഭ നടപ്പിലാക്കിയാൽ അനുവദിക്കില്ല.
പാലക്കാട് നഗരസഭ കേരള സർക്കാരിന് കീഴിലാണെന്ന കാര്യം നഗരസഭാ അധികാരികൾ മറക്കരുത്. കേവല ഭൂരിപക്ഷം ജനവിരുദ്ധതയും ജാതി സവർണതയും നടപ്പിലാക്കാനുള്ളതല്ലെന്നും എസ് അജയ്കുമാർ പറഞ്ഞു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ നഗരസഭകളിലും പഞ്ചായത്തുകളിലുമൊക്കെ ഈ രൂപത്തിൽ എല്ലാവരുടെയും മൃതശരീരങ്ങൾ സംസ്കരിക്കപ്പെടുന്നത്. എന്താണ് ഇവിടെ പാലക്കാട് നഗരസഭയ്ക്ക് മാത്രം ഒരു പ്രത്യേകത? പാലക്കാട് നഗരസഭ ഇന്ത്യൻ ഭരണഘടനക്ക് കീഴിലല്ലേ? കേരളത്തിൽ ഉണ്ടാക്കിയ മുനിസിപ്പൽ ആക്ടിന് കീഴിലല്ലേ? പാലക്കാട് നഗരസഭ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഭരിക്കേണ്ട ഒരു നഗരസഭയാണ്. അവിടെ എങ്ങനെയാണ് ജാതി തിരിച്ച് സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള രൂപത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് 20 സെന്റ് ഭൂമി നൽകുകയും അവിടെ മതിൽ കെട്ടാൻ ആവശ്യമായിട്ടുള്ള അനുവാദം നൽകുകയും ചെയ്യുന്നത്? PKS ജില്ലാ പ്രസിഡന്റ് TP കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വി പൊന്നുകുട്ടൻ, MLA കെ ശാന്തകുമാരി, CPM ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി മേഖലയിൽ ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. രാഷ്ട്രീയ പാർട്ടി സംഘടനകളും സാംസ്കാരിക സംഘടനകളും പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ വിവിധ മേഖലകളിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ ഭാഗമായി. KSSPU കോട്ടായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോട്ടായി സെന്ററിലെ വയോജന പാർക്കിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. തൈ വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്തിനകത്ത് 1 കോടി വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചത്. ആയതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ 20 ലക്ഷം തൈകൾ നട്ടുപിടിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. കോട്ടായി ഗ്രാമപഞ്ചായത്ത് 4000 തൈകളാണ് നഴ്സറിയിൽ വളർത്തിയെടുത്ത് ഇന്ന് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. KSSPU യൂണിറ്റ് പ്രസിഡന്റ് P വാസു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ രാധാമോഹൻ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി P മാധവൻ സ്വാഗതം പറഞ്ഞു. കിസാൻ സഭ പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടിയിൽ നടന്നു. ദിനാചരണം കിസാൻ സഭ സംസ്ഥാന കൗൺസിൽ അംഗം AS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. പറളി കമ്മിറ്റി സെക്രട്ടറി PC മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. CPI പറളി ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി PA അരുൺദാസ്, KP മുത്തു, രാമൻ, അംബിക, K ശശിജ എന്നിവർ നേതൃത്വം നൽകി. കോട്ടായി IHRD അപ്ലൈഡ് സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശയാത്ര നടത്തി. വിദ്യാർത്ഥികളും അധ്യാപകരും യാത്രയിൽ അണിചേർന്നു. നല്ല ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ മാത്രമല്ല ഇവിടെ ജീവിക്കേണ്ടത്, നിങ്ങളുടെ അടുത്ത തലമുറയും എൻ്റെ അടുത്ത തലമുറയൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു പരിസ്ഥിതിയെ സംരക്ഷിച്ച് അവർക്കും കൂടി നമുക്ക് ഇത്രയും ബേഴ്സായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അത്രയും ബേഴ്സായിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പരിപാടി കോളേജ് പ്രിൻസിപ്പൽ MM സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. CPM കോട്ടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടായി ഗവൺമെന്റ് ആശുപത്രിയും പരിസരവും ശുചീകരിച്ചു. ശുചീകരണ പ്രവൃത്തി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. V മോഹനൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, TC കുഞ്ഞുമോൾ, R ലത, K പത്മാവതി, വിനീത, സുരോജ്, K കുഞ്ഞുലക്ഷ്മി, മിനിമോൾ എന്നിവർ സംസാരിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ സ്വാഗതവും KV മോഹനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലോക പരിസ്ഥിതി ദിനത്തിൽ പട്ടാമ്പി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് മഴക്കോട്ടും സമ്മാനങ്ങളും നൽകി ആദരിച്ചു. 25 പേർക്കാണ് മഴക്കോട്ട് വിതരണം ചെയ്തത്. ഒരു ദിവസത്തിൽ മാത്രം ആചരിക്കേണ്ട ഒന്നല്ല പരിസ്ഥിതി ദിനം. ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ സാധിക്കൂ. പുതിയൊരു തലമുറയ്ക്കായി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന തൊഴിലാളികളാണ് യഥാർത്ഥ പോരാളികൾ. അത്തരക്കാരെ ആദരിക്കേണ്ടതുണ്ടെന്ന സന്ദേശവുമായാണ് പട്ടാമ്പി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചത്. ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ആളുകളെ അതിൻ്റെ ഒഴുക്കിനെ യഥാർത്ഥ രീതിയിലാക്കിക്കൊണ്ട് നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുകയാണ്. പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നത് ഇപ്രാവശ്യത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രത്യേകത തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ എൻഡ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാൻ അതിൻ്റെ ഇന്നത്തെ ഒരു അവസാനം എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു ദിവസം തന്നെ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടാമ്പി ഷോറൂമിൽ നിന്ന് നമുക്ക് പട്ടാമ്പി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് റെയിൻ കോട്ട് അനുവദിച്ചിരിക്കുകയാണ്. ഈ ശുചീകരണ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ പുലർച്ചെ 4 മണി മുതൽ തുടങ്ങി അവർ വൈകുന്നേരം വരെ അവർ നമ്മുടെ റോഡും മറ്റു ഭാഗങ്ങളും എല്ലാ സ്ഥലങ്ങളും ശുചീകരിക്കുന്ന ആളുകളാണ്. മഴക്കോട്ട്, ടിഫിൻ ബോക്സ് അടക്കമുള്ള സമ്മാനങ്ങൾ 25 ശുചീകരണ തൊഴിലാളികൾക്ക് ചെയർപേഴ്സൺ വിതരണം ചെയ്തു. വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായി.
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, കവിത ഗോൾഡൻ ഡയമണ്ട് മാനേജർ നിഷാന്ത്, മാർക്കറ്റിംഗ് മാനേജർ ജനാർദ്ദനൻ, കാർത്തിക്, അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി നഗരസഭ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് കവിത ഗോൾഡൻ ഡയമണ്ട് ചീഫ് മാനേജർ രാംദാസ് പറഞ്ഞു. വൃത്തിയുടെ കാര്യത്തിൽ പട്ടാമ്പി നഗരസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു നഗരസഭ തന്നെയാണ്. ഏത് മേഖലകളിൽ നോക്കിയാലും നമുക്ക് ഈ മാലിന്യങ്ങളും അതേപോലെ കൂമ്പാരം കൂടി നിൽക്കുന്ന മാലിന്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു നഗരസഭയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ നഗരസഭയിലെ ആളുകൾ വന്നിട്ട് നമ്മളോട് ഇതേപോലെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു നഗരസഭയിൽ ഈ ഒരു ശുചിത്വത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് ഒരു അവസരം തന്ന നഗരസഭയോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മങ്കര സർവീസ് സഹകരണ ബാങ്കിൻ്റെയും ഇഫ്കോയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്കൂളുകളിൽ വൃക്ഷത്തൈ വിതരണം നടത്തി. മങ്കര ഗവൺമെൻറ് ഹൈസ്കൂളിലും മാങ്കുറിശ്ശി സ്കൂളിലെയും 1000-ഓളം വരുന്ന കുട്ടികൾക്ക് ആര്യവേപ്പ് തൈകളാണ് വിതരണം ചെയ്തത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മങ്കര സർവീസ് സഹകരണ ബാങ്കും ഇഫ്കോയും സംയുക്തമായി മങ്കര പഞ്ചായത്തിലെ സ്കൂളുകളിൽ വൃക്ഷത്തൈ വിതരണം നടത്തി. മങ്കര ഗവൺമെൻറ് ഹൈസ്കൂളിലും മാങ്കുറിശ്ശി സ്കൂളിലെയും 1000-ഓളം വരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വൃക്ഷത്തൈ വിതരണം ചെയ്തു. ആര്യവേപ്പാണ് വിതരണം ചെയ്തത്. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പോകുന്നത് രാവിലെ മങ്കര ഹൈസ്കൂളിൽ 500 വിതരണം നടന്നു. ബാക്കി വരുന്ന 500 മാങ്കുറിശ്ശി സ്കൂളിലും വിതരണം ചെയ്യുകയാണ്. മരങ്ങൾ മുറിക്കരുത് എന്നുള്ള സന്ദേശമാണ് ഇന്ന് പ്രകൃതി ദിനമായ ജൂൺ 5 പറയാനുള്ളത്. PTA പ്രസിഡന്റ് KV ചെന്താമരാശൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി KB സുധീർ, KK രാധാകൃഷ്ണൻ, AR നിതിൻ, ഡയറക്ടർമാരായ KR ഷാജീവ്, KS സന്തോഷ് കുമാർ, VC ആദം, VR വിജയകുമാർ, ഇഫ്കോ ഫീൽഡ് അസിസ്റ്റന്റ് പ്രമോദ്, ഉമാശങ്കർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രകാശൻ സ്വാഗതവും V രാജീവ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാരും പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, സെക്രട്ടറി KP സുപ്രഭ, വജ്ര ജൂബിലി ഫെലോഷിപ്പ് കൺവീനർ PH ഫിദ എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലത്ത് മെത്താഫിറ്റമിനും കഞ്ചാവുമായി യുവാവ് പിടിയിലായി. ഒറ്റപ്പാലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കൊപ്പം ചുണ്ടമ്പറ്റമടയിൽ മുഹമ്മദ് അലിയാണ് പോലീസിന്റെ പിടിയിലായത്. യുവാവിൽ നിന്നും 8.96 ഗ്രാം മെത്താഫിറ്റമിനും 340 ഗ്രാം കഞ്ചാവും ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തു. യുവാവിൽ നിന്ന് 8.96 ഗ്രാം മെത്താഫിറ്റമിനും 340 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ആഡംബര കാറിൽ പോകവെ വരോട് ഒറ്റപ്പാലം റോഡിൽ പോലീസിന്റെ ഡാൻസ് ഓഫ് സ്ക്വാഡ് തടയുകയായിരുന്നു. SI M സുനിലിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ മെത്താഫിറ്റമിനും കാറിന്റെ സീറ്റിനടിയിൽ നിന്നും കഞ്ചാവും കണ്ടെടുത്തു. ലഹരിമരുന്ന് സുഹൃത്തിൽ നിന്നാണ് ലഭിച്ചതെന്നാണ് യുവാവിന്റെ മൊഴി. സ്വർണം പൊട്ടിക്കലും വധശ്രമവും കളവും ഉൾപ്പെടെ യുവാവിന്റെ പേരിൽ ഒട്ടേറെ ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം വിപുലീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിലെ ജലസംരക്ഷണ പദ്ധതിയായ നീർധാര പദ്ധതിയുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ആശയം എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് ഇവിടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തൃത്താലയിലെ ജനപ്രതിനിധിയായി വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും രൂക്ഷമായ പ്രശ്നം വെള്ളത്തിൻ്റെ. സാധാരണ എനിക്കൊന്ന് പാലക്കാടിന്റെ കിഴക്കൻ മേഖലയിലേക്കാൾ രൂക്ഷമായിരുന്നു. ഇവിടെ ആണ്, കാരണം ഇവിടെ ഫെബ്രുവരി മാർച്ചിലല്ലേ വെള്ളക്ഷാമം എന്ന് പറയുന്നത്. അവിടെ ഡിസംബർ ജനുവരി ആകുമ്പോൾ തന്നെ തുടങ്ങും. അതായിരുന്നു സ്ഥിതി. ഞാനും നേരത്തെ വിചാരിച്ചിരുന്നത് ഏറ്റവും വലിയ ക്ഷാമം ഈ ചിറ്റൂരിലാണ് എന്നാണ്. അതെ, പക്ഷെ ഇവിടെ മഴയ്ക്ക് കുറവുണ്ടായിട്ടല്ല, നല്ല മഴ കിട്ടിയിട്ട് ഞങ്ങളൊരു 10 വർഷത്തെ ആവറേജ് മഴയുടെ കണക്കെടുത്തു. അല്ലെ, 2019 ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത്. 2019. പക്ഷെ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ കാലത്ത് നല്ല ജലക്ഷാമമാണ്. അപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ ചെരിവ് കാരണം, ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം മഴ നേരെ കുത്തി ഒഴുകി പുഴയിലേക്കാണ് വെള്ളം എത്തുന്നത്, ഭൂമിക്കടിയിൽ വെള്ളം എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് വെള്ളം സ്റ്റോർ ചെയ്യണം, ഭൂമിയിൽ വെള്ളം സംഭരിക്കാനുള്ള സംവിധാനം എടുക്കണം എന്ന് കാണാം. വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഒരു തൈ നടാം പനപർവം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിച്ചു.
സുസ്ഥിര തൃത്താല ജലസംരക്ഷണ മാതൃകയിൽ ജില്ലാതലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വരുന്ന 2 വർഷ കാലയളവിൽ ജില്ലയിലെ ഉപരിതല ജലലഭ്യതയിലും ഭൂജല വിതാനത്തിലും കാര്യമായ മുന്നേറ്റം കൈവരിക്കുകയാണ് നീർധാര പദ്ധതിയുടെ ലക്ഷ്യം. പരിപാടിയിൽ ജില്ലയിലെ MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അരങ്ങ് 2025 ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ പെരിങ്ങോട്ടുകുറിശി കുടുംബശ്രീ CDS-നെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. CDS-ലെ 81 കലാകാരികൾക്കും സമ്മാനങ്ങൾ നൽകിയാണ് അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി സദസ്സ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ്, സുഷമ, കമലം, സുനിത എന്നിവർ സംസാരിച്ചു. ശശികല സ്വാഗതവും യമുന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായിൽ വീട്ടമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി കരിയാംകോട് ചുഴിയിൽ വീട്ടിൽ രാധാകൃഷ്ണന്റെ ഭാര്യ 51 വയസ്സുള്ള മല്ലികയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മക്കൾ ശാരിക, അഭിജിത്ത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ എന്ന ലക്ഷ്യത്തോടെ പട്ടാമ്പിയിൽ റവന്യൂ ടവർ നിർമ്മാണത്തിന് നടപടികളാകുന്നു. 25 കോടി ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും. പാലക്കാട് നഗരസഭയുടെ ജാതി മതിലിനെതിരെ പ്രതിഷേധവുമായി PKS. പൊതുശ്മശാനത്തിൽ ജാതി മതിൽ കെട്ടിയാൽ പൊളിച്ചുമാറ്റുമെന്ന PKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S അജയ്കുമാർ. നഗരസഭാ കാര്യാലയം RSSന്റെയോ BJPയുടെയോ കാര്യാലയമല്ല എന്ന് ഭരണാധികാരികൾ ഓർക്കണമെന്നും മുൻ MP. ലോക പരിസ്ഥിതി ദിനം. കോട്ടായി മേഖലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. മങ്കരയിൽ 1000-ഓളം വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈ വിതരണം. പട്ടാമ്പിയിൽ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾക്ക് മഴക്കോട്ട് വിതരണം ചെയ്തു. ഒറ്റപ്പാലത്ത് മെത്താഫിറ്റമിനും കഞ്ചാവുമായി യുവാവ് പോലീസ് പിടിയിൽ. ഒപ്പം ചുണ്ടമ്പറ്റ മടയിൽ മുഹമ്മദ് അലിയാണ് പോലീസ് പിടിയിലായത്. യുവാവിൽ നിന്ന് 8.96 ഗ്രാം മെത്താഫിറ്റമിനും 340 ഗ്രാം കഞ്ചാവും ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.